ക്വസ്റ്റ്യൻ നമ്പർ 14 എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കാം. ഈ ചോദ്യം ആക്ച്വലി സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അതേപോലെ ഇത് എവിടുന്ന ചോദ്യം എന്ന് വെച്ചാൽ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. പിന്നെ വെൻ ഹോ ഫാക്ടറിന്റെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം നമുക്ക് അറിയണം. ഓക്കെ, അവർ ഓരോരോ ഹിന്റുകൾ തന്നിട്ടുണ്ട്, 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. 2.2 gram ഗ്ലൂക്കോസ് ഇൻ 125 ml സൊല്യൂഷനിലെടുത്തു, 1.9 gram കാൽഷ്യം ക്ലോറൈഡ് 250 ml സൊല്യൂഷനിലെടുത്തു. അങ്ങനെ ഓരോ സൊല്യൂഷൻ തന്നു. അതിൽ ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് കൂടണം? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കൂടണം. ബോയിലിംഗ് പോയിന്റ് കൂടുന്നത് കൂടണം, എന്നാലേ ബോയിലിംഗ് പോയിന്റ് കൂടുക. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ബി നോക്കിയാൽ മതി. ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കെ ബി ഇൻറ്റു മൊളാലിറ്റി ഇൻറ്റു ഐ. കെ ബി എല്ലാവർക്കും സോൾവെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. സോൾവെന്റ് എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ സോൾവെന്റ് എല്ലാം സെയിം അക്വ സൊല്യൂഷൻ, അതുകൊണ്ട് എല്ലാത്തിനും സോൾവെന്റ് വാട്ടർ ആണ്. സോൾവെന്റ് സെയിം ആയതുകൊണ്ട് കെ ബി എല്ലാവർക്കും സെയിം ആയിരിക്കും. അപ്പം പിന്നെ ഇത് നോക്കിയാൽ മതി, മൊളാലിറ്റിയും ഐയും നോക്കിയാൽ മതി. എന്ത് നോക്കിയാൽ മതി? മൊളാലിറ്റിയും ഐയും. അപ്പോൾ ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ഇൻ ആൻഡ് ഐ വെൻ ഹോ ഫാക്ടർ. ഇവിടെ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ വല്ല ഹിന്റ് തന്നിട്ടുണ്ടോ? മൊളാലിറ്റി കണ്ടുപിടിക്കുക നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ്. ഇവിടെ മാസ് ഓഫ് സോൾവെന്റ് അല്ല തന്നെ, ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷനാണ് തന്നെ. അപ്പോൾ ഈ ക്വസ്റ്റിൽ നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഹിന്റും ഇല്ല. അപ്പം മൊളാരിറ്റി കണ്ടുപിടിക്കുക മക്കളെ. മൊളാരിറ്റിക്ക് ഏകദേശമൊക്കെ സിമിലറാണ്, ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. മൊളാരിറ്റി നല്ല കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കായിട്ട് മൊളാലിറ്റി എന്തെന്നായിരിക്കും കൂടുതലായിരിക്കും. ഇവിടെ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ സോൾവെന്റിന്റെ മാസ് തരേണ്ടിയിരുന്നു. സോൾവെന്റ് മാസ് തന്നിട്ടില്ല. സോൾവെന്റിന്റെ വോളിയം തന്നിട്ടുണ്ട്, സൊല്യൂഷന്റെ വോളിയം തന്നിട്ടുള്ളൂ. പിന്നെ ഡെൻസിറ്റി ഒക്കെ അറിയാണെങ്കിൽ പിന്നെ നമുക്ക് മാസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഡെൻസിറ്റി പോലും തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ തൽക്കാലം മൊളാരിറ്റി ചെയ്താൽ മതി. ഇവിടെ മൊളാരിറ്റി ഏകദേശമൊക്കെ മൊളാരിറ്റിയുമായിട്ട് ഈക്വൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. മൊളാരിറ്റി കണ്ടുപിടിക്കുക നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലി ലിറ്ററിലാണെങ്കിൽ ഇക്വേഷൻ അവിടെ ഇൻറ്റു 1000 വേണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് നോക്കിക്കേ, ഇയാളുടെ മാസ് തന്നിട്ടുണ്ട്. മാസ് എന്നല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുക. ഗിവൺ മാസ് ബൈ മോളർ മാസ്. ഇപ്പോൾ ഗിവൺ മാസ് 2.2 ആണ്. മോളർ മാസ് ഇത്ര ഗ്ലൂക്കോസിന്റെ 180. അപ്പോൾ നമ്പർ ഓഫ് മോൾ കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയാണ് നോക്കിക്കേ? 125. അത് ml ആയതുകൊണ്ട് ഇക്വേഷൻ അവിടെ ഇൻറ്റു 1000 വേണം. ഓക്കെ, ചെയ്തെന്ത് കിട്ടും? 0.098 കിട്ടും. അപ്പോൾ മൊളാരിറ്റി കിട്ടി. ഇതന്നെയാണ് ഏകദേശം മൊളാലിറ്റി. ഒന്നും കൂടി കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡെൻസിറ്റിക്ക് തന്നിട്ട് മാസിലോട്ട് മാറ്റി മൊളാരിറ്റിയോട് മാറ്റണം, അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് മൊളാരിറ്റി മാത്രമേ കണ്ടുപിടിക്കാനുള്ള ഡാറ്റ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് മൊളാരിറ്റി കണ്ടുപിടിച്ചിട്ട് അത് ഏകദേശമൊക്കെ മൊളാരിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പം മൊളാരിറ്റി കിട്ടി, 0.098 ആണ്. ഐ നോക്കിക്കേ, ഐ എത്ര? ഇത് ആരാ നോക്കിക്കേ? ഗ്ലൂക്കോസ് അസോസിയേഷനും ഇല്ല, ഡിസോസിയേഷനും ഇല്ല. ഡിസോസിയേഷൻ ഇല്ലാത്ത ആളുടെ ഐ എത്ര? 1. അതുകൊണ്ട് ഇൻറ്റു 1 ചെയ്താൽ മതി. അപ്പോൾ 0.098 കിട്ടും. 0.098 കിട്ടും. രണ്ടാമത്തത് ഇതേപോലെ തന്നെ 1.9 gram കാൽഷ്യം ക്ലോറൈഡ് 250 ml സൊല്യൂഷൻ. അപ്പം ഗിവൺ മാസ് 1.9 ആണ്. കാൽഷ്യം ക്ലോറൈഡിന്റെ മോളാർ മാസ് എത്ര? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. കാൽഷ്യം ക്ലോറൈഡിന്റെ മോളാർ മാസ് 111 ആണ്. ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര? 250 ആണ്. ml ആയതുകൊണ്ട് ഇക്വേഷൻ അവിടെ ഇൻറ്റു 1000 ഉണ്ട്. ചെയ്ത് നോക്കിയാൽ 0.068 ആയി കിട്ടുക. കാൽഷ്യം ക്ലോറൈഡ് അല്ലേ, കാൽഷ്യം 2+ഉം 2 Cl- ഡിസോസിയേറ്റ് ചെയ്താൽ 3 അയോണാണ് കിട്ടുക. അതുകൊണ്ട് അയാളുടെ പൊതുവെ ഐ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. 1 - ആൽഫ + n ആൽഫ എന്നുള്ള ഇക്വേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ആൽഫ തരാത്തത് കൊണ്ട് ആൽഫ നമുക്ക് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്തതായിട്ട് എടുക്കാം. ആൽഫ 1 ആയിട്ട് എടുക്കാം. അതായത് കാൽഷ്യം ക്ലോറൈഡിൽ എത്ര അയോൺ ഉണ്ടോ അതാണ് അയാളുടെ ഐ, വെൻ ഹോ ഫാക്ടർ. ആൽഫ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ആൽഫ തന്നിട്ടുണ്ടെങ്കിൽ 1 - ആൽഫ + n ആൽഫ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ആൽഫയെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് കാൽഷ്യം ക്ലോറൈഡിൽ എത്ര അയോൺസ് ഉണ്ടോ അതാണ് ഐ ആയിട്ട് എടുക്കാം. ഡിസോസിയേറ്റ് ചെയ്ത് എത്ര, കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് എത്ര കിട്ടും അതിനെ ഐ ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു കാൽഷ്യം 2+ഉം 2 Cl- ആണ്. അതപ്പോൾ ഐ 3 ആണ്. അപ്പം മൊളാലിറ്റി 0.068, ഐ 3 ആണ്. ചെയ്ത് നോക്കുക. ഇനി അടുത്ത മൂന്നാമത്തത് ആരാണ്? 9 gram യൂറിയ. അപ്പോൾ ഗിവൺ മാസ് 9 ആണ്. യൂറിയൻ്റെ മോളർ മാസ് 60 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾ കിട്ടി. ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര? 500 ആണ്. ഈ ml ആയതുകൊണ്ട് ഇൻറ്റു 1000 വേണം. ഓക്കെ, ചെയ്ത് നോക്കിയാൽ 0.3 കിട്ടും. അപ്പോൾ 0.3 ആണ് മൊളാരിറ്റി. ഐ എത്ര? യൂറിയ ഡിസോസിയേഷൻ ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ഐ 1 ആണ്. അത് 0.3 തന്നെ കിട്ടും. നാലാമത്തെ നമുക്ക് ചെയ്ത് നോക്കാം. ആരാ? 20.5 gram അലുമിനിയം സൾഫേറ്റ്. ഗിവൺ മാസ് 20.5 ആണ്. അലുമിനിയം സൾഫേറ്റ് Al2SO4 ത്രൈസ് ആണ്. അതിൻ്റെ മോളർ മാസ് 342 കേട്ടോ, 342 ആണ്. പിന്നെ വോളിയം എത്ര? 750 ആണോ? 750 ആണ്.
പിന്നെ ml ആയതുകൊണ്ട് ഇക്വേഷൻ അവിടെ ഇൻറ്റു 1000 വേണം. ചെയ്ത് നോക്കിയാൽ 0.08 കിട്ടും. L2SO4 എന്ന് വെച്ചാൽ എന്താ 2Al3 പ്ലസ് 3SO4 2 മൈനസ് 5 I. അപ്പോൾ 0.08 ഇൻറ്റു 5 ചെയ്യണം. അത് 0.4 കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഇതാണ്. പിന്നെ ഇതാണ്, പിന്നെയാണ് ആര് വരിക, ഇയാൾ വരിക, പിന്നെയാണ് ഇയാൾ വരിക. ഇത് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന വാല്യൂ ഇതിനേക്കാളും വലുതാണ്. ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ ഇത്, പിന്നത്. അതായത് ഡെൽറ്റ ടി ബി മൊളാലിറ്റിയും ഐയും കൂടിയാൽ കൂടും. മൊളാലിറ്റി ഇൻറ്റു ഐ ആർക്കാണ് കൂടുതൽ, അവർക്കാണ് ഡെൽറ്റ ടി ബി കൂടുതൽ. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, അവർക്ക് തന്നെ ആയിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ L2SO4, പിന്നെ നമ്മുടെ LC ഇതാരാ യൂറിയക്ക്, പിന്നെ നമ്മുടെ കാൽഷ്യം ക്ലോറൈഡിന്, പിന്നെ ഗ്ലൂക്കോസിന്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാം L2SO4, പിന്നെ യൂറിയക്ക്, പിന്നെ കാൽഷ്യം ക്ലോറൈഡ്, പിന്നെ ഗ്ലൂക്കോസിന്. അതായത് 4, 3, 2, 1. അതായത് ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ.